കാരണങ്ങൾ എല്ലാവരുടെ ലൈഫിലുള്ളതാണ് ഒരു കാരണം. എന്തിനും ഒരു കാരണമുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നതിനും നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നതിനും എന്തിനേറെ പറയുന്നു, നമ്മളൊരു ദിവസം വെള്ളം കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഉറങ്ങണമെങ്കിലോ എല്ലാത്തിനും ഒരു റീസണുണ്ട് അല്ലേ? കാരണം അല്ലെങ്കിൽ റീസൺ, അത് ഒരാളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കാരണമില്ലാതെ നമ്മൾ ഒന്നും ചെയ്യാറില്ല അല്ലേ? എന്നാൽ എല്ലാവരുടെ ലൈഫിലും ഒരു കാരണവുമില്ലാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ടല്ലേ? അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വേറൊന്നുമല്ല, നമ്മളൊരിക്കലും ഒരു കാരണവുമില്ലാതെ മറ്റൊരാളുടെ ലൈഫിൽ ചെന്നിട്ട് ഒരാളെ ട്രസ്റ്റ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അയാളുടെ സ്നേഹം നമ്മൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരെ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ അല്ലേ? അതിപ്പോൾ ആര് ചെയ്താലും ശരി, അതൊരിക്കലും നല്ലൊരു ഹാബിറ്റല്ല, ഒരു നല്ല ബിഹേവിയർ അല്ല. ഒരാളുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാൻ പാടില്ല. ഓക്കെ, ഒരാളുടെ ലൈഫ് വെച്ചല്ല കളിക്കാനുള്ളത്. ലൈഫ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല. അത് ഇപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഓരോരുത്തരുടെ ലൈഫിൽ ഓരോരോ സംഭവങ്ങളിങ്ങനെ വരുമോടോ. ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ, ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നൊക്കെ. നല്ലൊരു ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാക്കും, ഇച്ചിരി സമാധാനവും സന്തോഷം കിട്ടിയിരുന്നെങ്കിലെന്ന്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇതൊക്കെ തോന്നിയിട്ടൊരു കാര്യമില്ല, കിട്ടണം. അതൊക്കെ കിട്ടാതുകൊണ്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അല്ലേ?